അങ്ങനെയാണെങ്കിൽ ഞാൻ നികുതി കൊടുക്കുന്ന ഈ പറയുന്ന രാജ്ഭവൻ ഉണ്ടല്ലോ, എന്റെ പണം കൊണ്ടുണ്ടാക്കിയ രാജ്ഭവൻ ഉണ്ടല്ലോ, അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ പണം കൊണ്ടുണ്ടാക്കിയ രാജ്ഭവനിൽ ഞാൻ പറയുന്ന പിന്നെ ബിംബം കൂടെ നിങ്ങൾ വെക്കുവോ? നിങ്ങൾക്ക് തോന്നുന്ന ബിംബം വെക്കാൻ പറ്റില്ല. അതിനാണ് ഇവിടെ ഭരണഘടനയുള്ളത്, അതിനാണ് നിയമമുള്ളത്, അതിനാണ് ഭരണഘടനയിൽ പറയാത്ത, ഇന്ത്യൻ നിയമത്തിൽ പറയാത്ത ഒരു ധ്വജത്തെയും ഒരു ഭാരതാംബേനെ അംഗീകരിക്കേണ്ട ഗതികേട് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടില്ല. അത് കുറച്ചുകൂടെ കഴിയട്ടെ. നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കൈയടക്കുക, അന്നേരം ആലോചിക്കാം. ഇപ്പൊ അതിനൊക്കെ ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാ, ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാ, ഇപ്പൊ കേരളം ഭരിക്കുന്ന CPI ആ. അവര് പറയുന്ന കാര്യങ്ങൾ അവർ ഇറങ്ങിപ്പോന്നല്ലോ. എന്തേ അവർക്ക് ഈ പറയുന്ന ഗവർണർക്ക് ഈ കാര്യം നടത്തി കൊണ്ടുപോകാൻ പറ്റിയില്ല? കേരള സർക്കാർ തീരുമാനിച്ച പരിപാടി രാജ്ഭവനിൽ നടത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് സംവിധാനങ്ങൾ വേറെ. നീ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളെ കിട്ടാതെ പോയത്? ഗവർണർക്ക് വേറൊരു ഗവർണറെ വെച്ച് നടത്തേണ്ടി. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു മന്ത്രിയെ കിട്ടാതെ പോയത്? കേരളത്തിൽ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി കിട്ടാതെ പോയത്? രാജേന്ദ്ര വിശ്വനാഥ് പോയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പറഞ്ഞ ഗവർണർ RSSന്റെ പ്രതിനിധിയായി രാജ്ഭവനിൽ പരിപാടി നടത്തിയാൽ അതൊന്നും സമ്മതിക്കേണ്ട ഗതികേട് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല.